ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സങ്കീർത്തനം 111 അതിൻ്റെ 5-ാമത്തെ വാക്യം. അവൻ തൻ്റെ ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കുന്നു എന്ന് നാം വായിക്കുന്നു. കർത്താവ് ആരെയും തള്ളിക്കളയുന്നില്ല. എല്ലാവർക്കും, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. ഇവിടുത്തെ ആഹാരം ആത്മീയ ആഹാരത്തെ ആണ് കുറിക്കുന്നതെങ്കിൽ അത് ഭൗതിക ആഹാരവുമായും അതിന് സാമ്യമുണ്ട്. നാം കഴിക്കുന്ന ആഹാരം നമുക്കൊരുപാട് അധികം വരാറുണ്ട്. പണ്ട് കാലത്ത് ആഹാരം ആരും വേസ്റ്റാക്കില്ല, കാരണം ഇല്ലായ്മയാണ്. പണ്ട് കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, കട്ടൻ കപ്പ, അത് മരച്ചീനി എന്നും പറയും. ചീനി അത് അമ്മമാർ തൊലി കളഞ്ഞ് അതിൻ്റെ പുറം തൊലിയേ കളയത്തുള്ളൂ, കാരണം അത്രയ്ക്കും ക്ഷാമമാണ്. അതുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് പൊലിച്ചു വരും. അപ്പോൾ പുറം തൊലി കളഞ്ഞ് അരിഞ്ഞ് കഴുകി പിറക്കി വേവിച്ചെടുക്കും. പക്ഷെ വേഗത്തില്ല, അതങ്ങനെ തന്നെ കിടക്കും. എന്നുവെച്ചാൽ കുഴയത്തില്ലെന്നേ ഉള്ളൂ, വേഗം കുഴയത്തില്ല. അതും പിന്നെ ചോറെന്ന് പറയാനില്ല, ഒരല്പം അരി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടേക്കും, അതിൻ്റെ വെള്ളവും കുടിക്കും, ഈ കട്ടൻ കപ്പയും തിന്നും. എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് മുളകായിരിക്കും, വേറെ ഒന്നും കാണത്തില്ല. അങ്ങനെ കഴിച്ച കാലത്തൊന്നും വേസ്റ്റ് വന്നില്ല. എല്ലാവരും തൃപ്തരായി കഴിച്ച് സന്തോഷകരമായ ജീവിതം. അന്ന് ഡ്രമ്മൊക്കെ കൊട്ടി ആരാധിച്ച് പാട്ടുപാടി ദൈവത്തെ മുഖത്തെപ്പെടുത്തുന്ന പെന്തക്കോസ്ത് അനുഭവങ്ങളുണ്ടായിരുന്നു. ഇന്നാകട്ടെ എന്തെല്ലാം സ്പെഷ്യൽ ആഹാരങ്ങളാണ്. യൂട്യൂബ് തുറന്നാൽ എല്ലാറ്റിലും ആഹാരത്തിൻ്റെ ഉണ്ടാക്കുന്ന വിധങ്ങളെക്കുറിച്ച് ഇങ്ങനെ, അത് ഉണ്ടാക്കുന്നവരുമുണ്ട്, കഴിക്കുന്നവരുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇതെല്ലാം കഴിച്ചിട്ടും വേസ്റ്റ് വരുന്നു, തിന്ന് തൃപ്തരായി ബാക്കി കളയുന്നു. പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴും ഇസ്രായേൽ മക്കൾ പറഞ്ഞ പോലെ പെറുപെറുപ്പും ആവലാതിയുമുണ്ട്. നാളെയെക്കുറിച്ച് എന്നുള്ള ചിന്തയും, നാളെ എന്ത് കഴിക്കും. പണ്ട് കാലത്ത് ചെരുപ്പ് തേയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഇസ്രായേൽ മക്കളുടെ കാലത്താണ് ചെരുപ്പ് തേയാതിരുന്നത്. പക്ഷേ പണ്ട് കാലത്ത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അറിവുണ്ടെങ്കിൽ, ഓർക്കുന്നുണ്ടെങ്കിൽ, ഈ റബ്ബർ ചെരുപ്പ് ഇട്ട് ഉപ്പൂറ്റിയുടെ ഭാഗം വട്ടം വീഴും, വിരലിൻ്റെ ഭാഗം വട്ടം വീഴും. ഈ ബാറ് തമ്മിൽ പൊട്ടിപ്പോയിട്ട് കമ്പി കൊണ്ടോ നൂലുകൊണ്ടോ കെട്ടിവെച്ച് കൊണ്ട് നടക്കും. അങ്ങനെയൊക്കെ അവർ നടന്ന കാലഘട്ടമുണ്ട്. ഓർക്കുന്നുണ്ടോ? പണ്ട് കാലത്തെ ജീവിതമാണേ. ഇപ്പോഴാകട്ടെ ഒരു വീട്ടിൽ ഒരാൾക്ക് എത്ര ഷൂ ആണ്, എത്ര ചെരുപ്പാണ്, മാറി മുണ്ടെടുക്കുമ്പോൾ അതിന് മാച്ചിങ്, പാൻ്റ് ഇടുമ്പോൾ അതിന് മാച്ചിങ് എന്ന് വേണ്ട. വസ്ത്രമാണെങ്കിലും അതുപോലെ തന്നെ, ആഹാരമാണെങ്കിലും അതുപോലെ തന്നെ. ഇന്നലത്തെ ആഹാരം ഇന്ന് വേണ്ട. രാവിലെ വെക്കുന്ന ആഹാരം ഉച്ചയ്ക്ക് കഴിക്കുന്ന ആഹാരത്തിൻ്റെ കറികൾ വൈകിട്ട് വേണ്ട, വൈകിട്ട് വേറെ കറികൾ. അങ്ങനെയൊക്കെ ജീവിതമാണ് ഇന്നത്തെ ജീവിതം. എങ്കിലും ദൈവം എല്ലാവരെയും നടത്തുന്നു, ദൈവം എല്ലാവരെയും പോറ്റുന്നു. ആഹാരത്തെക്കുറിച്ച് ചോദിച്ചാൽ ഇസ്രായേൽ മക്കളുടെ ആഹാരം, അവർ ആരോഗ്യവാന്മാരായി ജീവിച്ചു. അവർക്ക് മന്ന മാത്രമേ കൊണ്ടായിരുന്നുള്ളൂ. മന്ന കഴിച്ച് അവരെന്ത് ചെയ്തു? ആരോഗ്യത്തോടെ മരുഭൂമിയിലൂടെ അവർ മുന്നോട്ട് പോയി. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, ക്ഷണം മേടിക്കാൻ കടകളില്ല, അതുകൊണ്ട് കർത്താവ് അതിനെ തേച്ച് കൊടുത്തില്ല. വസ്ത്രം പഴകിയില്ല, ഇട്ട വസ്ത്രം തന്നെ ആയിരുന്നു. അങ്ങനെ 40 വർഷക്കാലം അത് തന്നെ നടന്നു. പിന്നെയും അവർ നടന്നില്ലേ? അതെ, അവർക്ക് വസ്ത്രത്തിനോ ആഹാരത്തിനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവാതെ ദൈവം അവരെ നടത്തിയപ്പോഴും അവർ പെറുപെറുപ്പുകാരായി. എന്നാൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യട്ടെ. നമുക്ക് ഭൗതിക ആഹാരം നമ്മുടെ അടുക്കളയിൽ അരി കുറയാതെ, എണ്ണ കുറയാതെ സൂക്ഷിക്കുന്നില്ലേ, നടത്തുന്നില്ലേ? എന്നാൽ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് സന്തോഷിക്കാനിടയാകുന്നതോടൊപ്പം തന്നെ ആത്മീയ ആഹാരവും ദൈവം തന്ന് നമ്മളെ പോഷിപ്പിക്കുന്നു. പ്രവചനപരം, കൃപാവരം, അന്യഭാഷാപരം, വിശ്വാസപരം, ദൈവകൃപയുടെ മഹത്വജനമായ എല്ലാ വരങ്ങളും തന്ന് നമ്മളെ ആത്മീയ ആഹാരമായിട്ടും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ, കണ്ണുകളെ അടയ്ക്കാൻ, പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പിതാവേ,
അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങൾക്കും വേണ്ട ആഹാരം ദൈവം ഓരോ ദിവസവും തന്നു ഞങ്ങളെ പോറ്റുന്നു. ഭക്തന്മാർക്ക് മാത്രമല്ല, കർത്താവ് ഇന്ന് ജീവിക്കുന്ന ഭക്തന്മാർക്കും ഈ വിശുദ്ധർക്കും കൊടുക്കുന്ന നല്ല ആഹാരങ്ങൾക്കായി സ്തോത്രം, നല്ല വസ്ത്രങ്ങൾക്കായി സ്തോത്രം. എല്ലാറ്റിനും നന്ദി. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.